ആരാണ് ഓസ്കാർ ഷിൻലർ? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജൂത കൂട്ടക്കൊലകൾക്കിടയിൽ തന്റെ ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്ന 1200ഓളം ജൂതന്മാരെ രക്ഷിച്ച മഹത് വ്യക്തി. ഓസ്കാർ ഷിൻലർ ഒരു മഹാനായല്ല ജനിച്ചത്. അതുതന്നെയാണ് ഷിൻലറുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകവും. ജർമ്മൻ നാസി പാർട്ടിയുടെ സജീവ അംഗത്വമുള്ള ആളായിരുന്നു അദ്ദേഹം. ജീവിതത്തിന്റെ യൗവനഘട്ടങ്ങളിൽ ഷിൻലർ വളരാൻ വെമ്പുന്ന വളരെ തന്ത്രശാലിയായ ഒരു കച്ചവടക്കാരനായിരുന്നു. പണമുണ്ടാക്കുന്നതും മദ്യപിക്കുന്നതും തന്റെ ജീവിതചര്യയാക്കിയ ഒരു ബിസിനസ്സുകാരൻ. 1908 ഏപ്രിൽ 28 ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിൽ സ്ഥിതി ചെയ്യുന്ന മൊറേവിയയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. തന്റെ 19-ാം വയസ്സിൽ എമിലി എന്ന ജർമ്മൻ വനിതയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു. നാസി ജർമ്മനിയുടെ യുദ്ധമുന്നേറ്റങ്ങളെയെല്ലാം ഷിൻലർ അക്കാലത്ത് പിന്തുണച്ചിരുന്നു. മാത്രമല്ല, യുദ്ധത്തിലൂടെ ജർമ്മൻ ബിസിനസ്സുകാർക്ക് വളരാനുള്ള അവസരമാണ് ഒരുങ്ങുന്നതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഒരു പരിധിവരെ അത് ശരിയായിരുന്നു എന്നുവേണം കരുതാൻ. ആയിടയ്ക്കാണ് യുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു കീഴടക്കുന്നത്. തുടർന്ന് പോളണ്ടിലെ ക്രാക്കോ എന്ന നഗരത്തിലേക്ക് ഷിൻലർ തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി പോകുകയുണ്ടായി. മനോഹരമായി സംസാരിക്കാനും ഇടപെടാനും അറിയുന്ന ഷിൻലർ ചില ഓഫീസർമാരെ ചാക്കിട്ട് ആ മേഖലയിൽ ഒരു ഇനാമൽ പാത്ര നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കാനുള്ള അംഗീകാരം നേടിയെടുത്തു. നാസി ഭരണകൂടം പൂർണ്ണ ഏകാധിപത്യപരമായിരുന്നെങ്കിലും ഉദ്യോഗതലത്തിൽ അഴിമതിക്ക് ഒരു കുറവുമുണ്ടായിരുന്നില്ല. സജീവമായ കരിഞ്ചന്തയും ജർമ്മനിയിൽ അന്ന് ഉണ്ടായിരുന്നു. ക്രാക്കോവിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയും മദ്യവും വിളമ്പി ഇതിന്റെയെല്ലാം സാധ്യതകൾ ഷിൻലർ സമർത്ഥമായി ഉപയോഗിച്ചു. ഹിമാലയ എന്നു പേരിട്ട ഷിൻലറുടെ ഫാക്ടറി നല്ല രീതിയിൽ പച്ചപിടിച്ചു. അത് വലിയ ലാഭവും ഉണ്ടാക്കി തുടങ്ങി. തൊഴിലാളികൾക്കായി അധികം പണമൊന്നും കൊടുക്കേണ്ടി വന്നതുമില്ല. കാരണം തൊഴിലാളികൾ മിക്കവരും ജൂതരായിരുന്നു. അന്ന് നിർബന്ധിത തൊഴിലാളികളായിരുന്ന ജൂതർ കാരണം അക്കാലത്തെ മിക്ക ജർമ്മൻ കമ്പനികളും വലിയ ലാഭമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ജൂതർക്ക് വേറെ വഴിയില്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇത്തരം കമ്പനികളിൽ ജോലി ചെയ്തു പോന്നു. ക്രാക്കോവിൽ മാത്രം 1,00,000-ലേറെ ജൂതരുണ്ടായിരുന്നു അക്കാലത്ത്. നാസികൾ പോളണ്ട് ആക്രമിക്കുന്നതുവരെ അവർ അവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പോന്നു. എന്നാൽ ജർമ്മൻ അധിനിവേശത്തിനു ശേഷം അവരുടെ ജീവിതം നരകതുല്യമായി തീർന്നു. വീടുകളിൽ നിന്നും കുടിയിറക്കപ്പെട്ട ജൂതരെ മരണ ക്യാമ്പുകളായിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. പൊതു ഇടങ്ങളിൽ അവർ മർദ്ദിക്കപ്പെട്ടു, വേട്ടയാടപ്പെട്ടു. ശേഷിച്ചവർ ഷിൻലറെ പോലെയുള്ള നാസി അനുകൂല മുതലാളിമാരുടെ സ്ഥാപനങ്ങളിൽ കൂലിയില്ലാ തൊഴിലുകൾ ചെയ്തു കഷ്ടിച്ചു ജീവിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഇടയ്ക്ക് എപ്പോഴോ നിഷ്ഠൂരനായ ഒരു മുതലാളിയിൽ നിന്നും മനുഷ്യത്വത്തിലേക്കുള്ള ഒരു മാറ്റം ഷിൻലർ പോലും അറിയാതെ അദ്ദേഹത്തിൽ ഉണ്ടായി തുടങ്ങി. 1942 ലോകയുദ്ധ സമയത്ത് ജർമ്മൻ പട ക്രാക്കോവിലെ ഒരു ജൂത കോളനിയിൽ നടത്തിയ പൈശാചികമായ കൂട്ടക്കൊലപാതകമാണ് അതിനു വഴിവെച്ചത്. ആ കൊടൂരമായ രംഗങ്ങൾ നേരിട്ട് കാണാനിടവന്ന ഷിൻലറിന്റെ മനസ്സൊന്ന് പതറി. അതോടെ അനുതാപത്തിന്റെ മഞ്ഞുതുള്ളികൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പൊടിച്ചു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ക്രാക്കോവിലെ തന്റെ ജൂത തൊഴിലാളികളോട് കൂടുതൽ സൗഹൃദപരമായി പെരുമാറാൻ തുടങ്ങി. മറ്റെല്ലാ ഫാക്ടറികളിലും കൊടിയ പീഡനങ്ങൾ ജൂതർക്ക് നേരിടേണ്ടി വന്നപ്പോഴും ഷിൻലറിന്റെ ഫാക്ടറിയിലുള്ളവർ 3 നേരവും ഭക്ഷണം കഴിച്ചു പോന്നു. പിതൃസമാനമായ സ്നേഹമായിരുന്നു ഷിൻലർക്ക് അവരോടുണ്ടായിരുന്നത്. മെല്ലെ മെല്ലെ ലാഭം എന്ന ലക്ഷ്യം ഷിൻലറിൽ അസ്തമിച്ചു തുടങ്ങി. തന്റെ ജൂത തൊഴിലാളികളുടെ സംരക്ഷണമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവൻ. ഇതിനിടെ ക്രാക്കോവിലെ ഷിൻലറുടെ പ്ലാന്റ് അടച്ചുപൂട്ടാനും 1000-ലധികം വരുന്ന ജൂതരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റാനും നാസി മേലാളരുടെ ഓർഡർ എത്തുകയുണ്ടായി. എന്നാൽ ഈ വാർത്തയറിഞ്ഞ ഷിൻലർ ഒന്ന് പകച്ചുപോയി. ആ മരണ ക്യാമ്പുകളിലേക്ക് തന്റെ ജൂത തൊഴിലാളികളെ വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി. അദ്ദേഹം ഒരു പട്ടിക തയ്യാറാക്കി. ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന പേരിൽ പിൽക്കാലത്ത് പ്രശസ്തമായ ആ പട്ടികയിൽ 400-ലധികം സ്ത്രീകൾ ഉൾപ്പെടെ 1200 ജൂതരുടെ പേരുകളായിരുന്നു. തന്റെ ജന്മനാടായ മൊറേവിയയിൽ ഒരു ആയുധ ഫാക്ടറി ഉണ്ടാക്കുന്നുണ്ടെന്നും അതിൽ ജോലിക്കാരായി ഇവർ വേണമെന്നും അദ്ദേഹം നാസി ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധം കനത്തുനിന്ന കാലഘട്ടമായതിനാൽ നാസികൾക്കും ആയുധങ്ങൾ ആവശ്യമായിരുന്നു. ഇതും ഷിൻലറിന്റെ സ്വാധീനവും കൂടി ആയതോടെ ആവശ്യം അംഗീകരിക്കപ്പെടുകയും തുടർന്ന് ജൂതരെയെല്ലാം മൊറേവിയയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ മരണക്യാമ്പായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നും ജൂതരെല്ലാം രക്ഷ നേടി. എന്നാൽ ഓരോ ജൂതജീവനു വേണ്ടിയും നാസികൾക്ക് അദ്ദേഹം കൈക്കൂലി നൽകേണ്ടി വന്നു. 40 ലക്ഷം ജർമ്മൻ മാർക്ക് വരുന്ന തുക ജൂതരെ രക്ഷിക്കാനായി അദ്ദേഹം കൈക്കൂലി നൽകിയെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആയുഷ്കാല സമ്പാദ്യമായിരുന്നു അത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ജർമ്മനിയുടെ തോൽവിയിൽ ഭയന്ന പല നാസികളും ആത്മഹത്യ ചെയ്യുകയും നാടുവിടുകയും ചെയ്തു.
കൂട്ടത്തിൽ ഷിൻലറും ഭാര്യയും നാടുവിടാൻ തീരുമാനിച്ചു. പോകുന്നതിനു മുൻപ് അദ്ദേഹം രക്ഷപ്പെടുത്തിയ ജൂതരെല്ലാം ചേർന്ന് അവരുടെ സ്വർണ്ണപ്പല്ലുകൾ കൊണ്ട് ഒരു മോതിരമുണ്ടാക്കി നന്ദി സൂചകമായി ഷിൻലർക്കു നൽകി. സ്നേഹപൂർവ്വം അത് ഏറ്റുവാങ്ങിയ അവർ അർജന്റീനയിലേക്ക് പുറപ്പെട്ടു. അവിടെ ഒരു ഫാം തുടങ്ങിയെങ്കിലും അത് പരാജയപ്പെട്ടതോടെ യുദ്ധാനന്തരം ജർമ്മനിയിലേക്ക് തന്നെ മടങ്ങിയെത്താൻ അദ്ദേഹം തീരുമാനിച്ചു. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജർമ്മനിയിലെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ അദ്ദേഹം പണ്ട് രക്ഷിച്ച ജൂതർ ഒട്ടനവധി സംഭാവനകൾ നൽകി അദ്ദേഹത്തെ സഹായിച്ചു. അതോടെ 1974 തന്റെ മരണം വരെയും അദ്ദേഹം ജർമ്മനിയിൽ തന്നെ തുടർന്നു. മരണാനന്തരം ചില ജൂത സംഘടനകൾ ഇടപെട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം ജെറുസലേമിലെത്തിച്ച് ആദരപുരസരം അവിടെ സംസ്കരിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിനും ഭാര്യ എമിലിക്കും റൈറ്റിയേഴ്സ് എമംഗ് ദി നേഷൻ എന്ന സ്ഥാനം നൽകി ഇസ്രായേൽ ആദരിച്ചു. ഹോളോകോസ്റ്റ് കാലഘട്ടത്തിൽ തങ്ങളെ സഹായിച്ചവർക്ക് ജൂതർ നൽകുന്ന ഉന്നത ബഹുമതിയായിരുന്നു അത്. ചരിത്രത്തിന്റെ താളുകളിൽ വിസ്മൃതിയിലായി പോകേണ്ടിയിരുന്ന ഷിൻലറുടെ കഥ 1983 തോമസ് കീനലി എന്ന എഴുത്തുകാരൻ ഷിൻലേഴ്സ് ആർക്ക് എന്ന പേരിൽ നോവലാക്കി. തുടർന്ന് 90കളിൽ വിഖ്യാത ഹോളിവുഡ് സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗ് ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന പേരിൽ ഒരു ചിത്രവും പുറത്തിറക്കി. നിരവധി അംഗീകാരങ്ങൾ നേടിയ ചിത്രം ജനമനസ്സുകളിൽ ഇടം പിടിച്ചു. ഒപ്പം ഓസ്കർ ഷിൻലർ എന്ന വ്യക്തിയും. അദ്ദേഹം ഒരു പ്രത്യാശയാണ്. ഏത് ദുർഘടമായ പാറയിലും മനുഷ്യത്വത്തിന്റെ പച്ചപ്പ് വിരിയുമെന്ന പ്രതീക്ഷ. 1200-ലേറെ ജൂതരെയാണ് നാസികളുടെ രക്തക്കൊതിക്ക് വിട്ടുകൊടുക്കാതെ അദ്ദേഹം ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയത്. അങ്ങനെ ചരിത്രത്തിൽ ജൂതരുടെ നാസി രക്ഷകനായി ഓസ്കാർ ഷിൻലർ ഇന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഫാക്ടറി മനുഷ്യത്വത്തിന്റെ പ്രതീകമായി ഇന്നും സംരക്ഷിച്ചു പോരുന്നു.